السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രത്യേകതകളും അവിടുത്തേക്ക് അല്ലാഹു അവിടുത്തെ കൈകളിലൂടെ നടപ്പിലാക്കിയ അമാനുഷികമായ സംഭവങ്ങളും മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ സംഭവിച്ചതുമൊക്കെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അത് വളരെയേറെ വലുതാണെന്ന് സത്യവിശ്വാസികളുടെ മനസ്സിൽ ദൃഢീകരിക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ്. അമ്പിയാക്കൾക്ക് മുഴുവനും അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ച ഏക പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ഇമാമായി കൊണ്ട് നമസ്കരിക്കുവാൻ അവസരം കിട്ടി എന്നത് അവിടുത്തെ ജീവിതത്തിലൂടെ അല്ലാഹു നടപ്പിലാക്കിയ ഒരു മുഅ്ജിസത്ത് തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്ഭുതകരമായ ഒരു യാത്രയുണ്ടായത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ യാത്രയെ ഇസ്രാ, മിഅ്റാജ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. ധാരാളക്കണക്കിന് മൈലുകൾ താണ്ടി പോകേണ്ടുന്ന ഇടങ്ങളിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് അഭൂതപൂർവവും അത്യത്ഭുതകരവുമായ കാര്യങ്ങളെ കണ്ട് തന്റേതായ താമസ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരാൻ ഭാഗ്യം ലഭിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരം മുട്ടിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവിടുത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ശത്രുവിന്റെ മുമ്പിൽ അപമാനിതനായി തീരേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാവൽ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി. ഏത് യാത്ര? പ്രവാചകന്റെ അത്ഭുതകരമായ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് മടങ്ങി ഞാൻ പരിശുദ്ധ കഅബയുടെ സമീപത്ത് ഇരിക്കുകയാണ്. ഞാൻ ജനങ്ങളോട് എന്റെ യാത്രയെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. ആ സമയത്ത് ഖുറൈശ് തസ്അലുനി അൻ മസ്റായ, എന്റെ ആ യാത്രയെ സംബന്ധിച്ച് ഖുറൈശികൾ എന്നോട് പലതും ചോദിക്കുന്നുണ്ട്. ഫസഅലതിനി അൻ അശിയാഅ മിൻ ബൈത്തിൽ മുഖദ്ദസ്,
ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നവരോട് പറഞ്ഞപ്പോൾ, മക്കയിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ കവാടങ്ങൾ, അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിനെ ശരിക്ക് കണ്ട ആളുകൾക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉത്തരം മുട്ടിച്ച് അവിടുത്തെ ഈ അത്ഭുതകരമായ യാത്രയെ നിഷേധിച്ച് അവിടുത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതനാക്കി കളവ് പറയുന്ന വ്യക്തിയാക്കി ചിത്രീകരിക്കലായിരുന്നു ഖുറൈശികളുടെ ഉള്ളിലെ മോഹം. അതുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നല്ലേ പറയുന്നത്, എന്നാ അതിന് എത്ര വാതിലുണ്ട്, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കാൻ തുടങ്ങി ഓരോരുത്തരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരാ ചോദിക്കുമ്പോഴുള്ള റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ സ്ഥിതി പറയാണ്, ലം മുസ്ബിത്ഹാ, എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു, എനിക്കത് പറയാൻ കഴിയൂലായിരുന്നു. പോകാഞ്ഞിട്ടല്ല, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്ഥലത്ത് പോയാൽ തന്നെ ഇപ്പൊ ഈ പള്ളിയിൽ എപ്പോഴും വരുന്നവരാ നമ്മൾ. ഈ പള്ളിയിൽ ഇശാ നിസ്കരിക്കാൻ വരുന്നു, പല അവസരങ്ങളിലും വരുന്നു. കുറെ കഴിഞ്ഞ ഒരാൾ ചോദിക്കും, നിങ്ങൾ ഈ ഹറമൈനിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടോ? ആ, നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പള്ളിക്ക് എത്ര തൂണുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ പള്ളിക്ക് എത്ര ജനലുണ്ട്? അവിടെ എത്ര ക്രിസ്റ്റൽ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്? നമുക്ക് വിഷമം തോന്നും, പറയാൻ കഴിയോ? ആരാ പല എണ്ണല്? ആരാ നോക്കല്? അല്ലെങ്കിൽ പറയുകയാണ്, ഒരാൾ ഒരു ഇരുമ്പ് കസേരയിൽ ഒരാളിരുന്നു, നിങ്ങൾ ഇരിക്കുന്ന കസേര ഞങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എന്നാ അതിന് എത്ര ആണി അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ആരാ ആണി എണ്ണല്? ആശാരി അയിമ അടിച്ച ആണി ആരോ എണ്ണു. അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇരുന്നിട്ടില്ലാന്നോ, ആ സ്ഥലത്ത് പോയിട്ടില്ലാന്നോ? അപ്പൊ ഇവർക്ക് റസൂലുള്ളാഹിനെ അപമാനിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കളവ് പറയുന്നയാളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവര് കുറെ ചോദ്യങ്ങൾ തൊടുത്തു വിടണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകുരിബതു ഖുർബതൻ മാ കുരിബതു മിസ്ലഹാ ഖത്തു, അന്ന് വരെ അന്നോളം എനിക്ക് തോന്നാത്തൊരു വിഷമം എന്റെ മനസ്സിൽ വല്ലാതെ തോന്നി. പടച്ചോൻ ഇനി എന്താ ചെയ്യാ? ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ആ അവസരത്തിൽ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. പക്ഷേ അല്ലാഹുവിന്റെ റസൂലല്ലേ, കാവലുണ്ടാകില്ലേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫറഫഅഹു അല്ലാഹു ലീ അൻദുറു ഇലൈഹി മാ യസ്അലൂനി അൻ ശൈഇൻ ഇല്ലാ അൻബഅതുഹും ബിഹി ഫറഫഅഹു അല്ലാഹു ലീ. അല്ലാഹ് ഞാൻ കാണുകെ വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിനെ പൊക്കി ഉയർത്തി ദൂരെ. എനിക്കിങ്ങനെ കാണാവുന്ന നിലക്ക് ബൈത്തുൽ മുഖദ്ദസിനെ പൊക്കി. അൻദുറു ഇലൈഹി, ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്ന നിലക്ക് ഞാൻ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി ഇങ്ങനെ നോക്കി കാണുകയാണ്. അതേ മുഇസ്സത്തിന്റെ കാഴ്ചയാണ്, അഭൂതപൂർവമായ ഒരു അനുഗ്രഹമാണ്. ബൈത്തുൽ മുഖദ്ദസ് എത്രയോ കാതങ്ങൾക്കപ്പുറം കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ അവിടത്തേക്ക് കാണുന്ന നിലക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. മായസ്അലൂനി അൻ ശൈഇൻ, ആ പള്ളിയെ സംബന്ധിച്ചവരെന്തൊന്ന് എന്നോട് ചോദിച്ചാലും ഇല്ലാ അൻബഅതുഹും ബിഹി, ഞാൻ അവർക്കത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു ദൃഷ്ടാന്തമാണത്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് ഈ സംഭവം കാണാം. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതേ അമ്പിയാക്കളെ പലരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ യാത്രാമധ്യേ അമ്പിയാക്കളുടെ ഒരു സംഘത്തെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. അന്ന് ഞാൻ മൂസ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത് വരെ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ രൂപം വരെ ഒരു ചുരുണ്ട മുടിയുള്ള അതേ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ശാരീരികമായ രൂപം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. വഇദാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിനെയും ഞാൻ കണ്ടു. ഖായിമുൻ യുസല്ലി, അദ്ദേഹവും എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അഖറബുൻ നാസി ബിഹി ശബഹൻ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി, ഈസ നബി അലൈഹിസ്സലാമിനെ ഞാൻ നിങ്ങളോട് ആരോടാ സാദൃശ്യപ്പെടുത്തേണ്ടത്? സഹാബിമാരിൽ ഉർവത്ത് റളിയല്ലാഹു അൻഹുവിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട്, ഈ ഉർവയെ പോലെയുണ്ട് ഈസ നബി അലൈഹിസ്സലാമിന്റെ രൂപമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദാ ഇബ്രാഹിം അലൈഹിസ്സലാം, അതെ അവിടെ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഞാൻ കാണുകയാണ്. ഖായിമുൻ യുസല്ലി, അദ്ദേഹവും നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നു. അഷ്ബഹുന്നാസി ബിഹി സാഹിബുക്കും, ഇബ്രാഹിം നബി ആരെ പോലെ എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇവിടെ രൂപത്തിൽ ഏറ്റവും സാദൃശ്യമുള്ളത് സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ ഞാൻ തന്നെയാണ്. എന്റെ ശാരീരികമായി എന്നെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഉള്ളത്. അങ്ങനെ ഫഹാനത്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയം സന്ദർഭം ഹാജരായപ്പോൾ ഫഅമ്മംതുഹും, ഞാൻ അവർക്കെല്ലാം ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. ഫലമ്മാ ഫറഗ്തു മിനസ്സലാ, നിസ്കാരത്തിൽ നിന്ന് ഞാൻ വിരമിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഹാദാ മാലികുൻ സാഹിബുന്നാർ ഫസല്ലിം അലൈഹി, നരകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാകുന്ന മാലിക് ഇതാ ഇവിടെയുണ്ട്, അദ്ദേഹത്തിന് സലാം പറയൂ. ആ സന്ദർഭത്തിൽ ഫൽതഫത്തു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിന് സലാം പറയാൻ വേണ്ടി അദ്ദേഹത്തെ കൊള്ള തിരിഞ്ഞപ്പോൾ ഫബദഅനി ബിസ്സലാം, ഞാൻ അങ്ങോട്ട് സലാം പറയാതെ തന്നെ മാലിക് എന്ന് പറയുന്ന മലക്ക് എന്നോട് ഇങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിച്ചു. ഇത് സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന മഹത്വമാണ്. അതേ മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകി ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞല്ലോ, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, ആ പ്രവാചകന്മാർ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ട ശ്രേഷ്ഠതകളാണ്, പ്രത്യേകതകളാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന അത്യപൂർവമായ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അവിടുന്ന് ഹിജറ പോകുന്നതിന്റെ 5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം. അതെന്താണ്? ചന്ദ്രൻ പിളർന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതേ ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകൻ അവിടെ തളരരുതല്ലോ, അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻഷഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർഖതൈൻ, ഫിർഖത്തുൻ ഫൗഖൽ ജബലി വഫിർഖത്തുൻ ദൂനഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശ്ഹദൂ. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു ജരീർ തബരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളക്കണക്കിന് അതേ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണിത്. എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചന്ദ്രനതാ 2 പിളർപ്പായി പിളർത്തപ്പെട്ടു. ചന്ദ്രൻ 2 പിളർപ്പായി പിളർത്തപ്പെട്ടു. അങ്ങനെ ഫിർഖത്തുൻ ഫൗഖൽ ജബലി, ഒന്നതാ മലയുടെ മുകളിൽ ഒരു കഷ്ണം, മറ്റൊന്നു മലയുടെ താഴെ ഭാഗത്തായി കൊണ്ടതാ വേറൊരു കഷ്ണവും നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു, ഇശ്ഹദൂ, നോക്കിക്കണ്ടോ, കണ്ടോ ചന്ദ്രനതാ പിളർന്നു നിൽക്കുന്നു. ഇത് ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. നേർക്കുനേരെ കണ്ടവര് പോലും കളിയാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അത് നടന്നതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വ്യക്തമായി സൂറത്തുൽ ഖമറിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഖമർ എന്ന പേരിൽ, ചന്ദ്രൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുരിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. എന്താണ് അല്ലാഹു അവിടെ പറയുന്നത്? അന്ത്യനാളിതാ അടുത്തു കഴിഞ്ഞു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളരും എന്നല്ല, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞതാണ്. ചന്ദ്രൻ പിളർന്നു.
എന്നിട്ടതാ ആ ദൃഷ്ടാന്തം നേർക്കുനേരെ കാണാൻ അവസരം കിട്ടിയ ഖുറൈശി മുശ്രിക്കുകൾക്ക് എന്ത് കണ്ടാലും ധിക്കാരം മുഴുത്ത ജനതക്കുണ്ടോ വിശ്വസിക്കാൻ തോന്നുന്നു. അവരെ പറ്റി അല്ലാഹ് പറയുന്നത് കേട്ടോ, എന്ത് ദൃഷ്ടാന്തം അവര് കണ്ടാലും, എത്ര വലിയ തെളിവുകൾ അവരുടെ കൺമുമ്പിൽ അവര് കണ്ടാലും, യുരിദു അവരതാ തിരിഞ്ഞു കളയുന്നു, അവരതാ അവഗണിച്ചു കൊണ്ടുപോകുന്നു. വയഖൂലൂ അതേ ആ സത്യം കണ്ണിന്റെ മുമ്പിൽ കണ്ടാലും അവര് പറയും, സിഹ്റും മുസ്തമിർ, നിലനിൽക്കുന്ന വല്ലാത്ത ജാലവിദ്യ തന്നെ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കാണിച്ചു കൊടുത്തപ്പോൾ പോലും വിദൂരദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഈ കാര്യം കണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് ഇത് കണ്ട മുശ്രിക്കിന്റെ കമന്റ് എന്താണ്? ലഖദ് സഹറക്കും ഇബ്നു അബീ കബ്ശ, അബൂ കബ്ശയുടെ മോന്റെ മാജിക് വല്ലാത്ത മാജിക് തന്നെ. അബൂ കബ്ശ എന്നവർ ആരെയാ പരിഹസിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവര് അതേ അബൂ കബ്ശയുടെ മോനാണെന്നവർ വിളിച്ചു. എന്തേ അതും ഒരു പരിഹാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിശുവായിരിക്കുന്ന കാലത്ത് അവിടുത്തെ മുലയൂട്ടുവാൻ വേണ്ടി അങ്ങേതോ പ്രദേശങ്ങളിലുള്ള മുലയൂട്ടൽ അമ്മമാരെ ഏൽപ്പിക്കാൻ വേണ്ടി തെരഞ്ഞ സമയത്ത് ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന ഒരു വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ ഉമ്മ. ആ മുലയൂട്ടിയ മാതാവാണ് ഹലീമത്തു സഅദിയ. ആ ഹലീമത്തു സഅദിയയുടെ ഭർത്താവിന്റെ പേര് അബൂ കബ്ശ എന്നായിരുന്നു. ആ അബൂ കബ്ശയുടെ മോനാണെന്ന് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ച മുശ്രിക്ക് ഈ വലിയ ദൃഷ്ടാന്തം കണ്ടപ്പോൾ പോലും ആ പേര് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്നു. ഈ കണ്ടതൊന്നും ശരിയല്ല. ലഖദ് സഹറക്കും ഇബ്നു അബീ കബ്ശ, അബൂ കബ്ശയുടെ മോന്റെ മാജിക്കാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ആ കൺമുമ്പിൽ കണ്ട യഥാർത്ഥമായ സത്യത്തെ പോലും അന്നുള്ള ഖുറൈശി മുശ്രിക്കുകൾ തള്ളിക്കളഞ്ഞു, നിഷേധിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞു. അതേ ആ താവഴിക്കാരി ഇന്നും സമൂഹത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മുഅ്ജിസത്തുകളെ അവനവന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസുകൾ എത്ര സഹീഹായ പരമ്പരയോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര പ്രശസ്തരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ വന്നതാണെങ്കിലും ശരി, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഹദീസ് നിഷേധികൾ, മതയുക്തിവാദികൾ പിടികൂടിയിട്ടുള്ള ഒരു ഹദീസാണിത് എന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കേരളക്കരയിലെ CN അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, അയാൾ ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അയാൾ സഹീഹുൽ ബുഖാരിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ വന്നിട്ടുള്ള ഈ ഹദീസിനെ എന്താ സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അവരുടെ പ്രമാണങ്ങളായി അവലംബിക്കുന്നത് സ്വഹീഹായ ഹദീസാണല്ലോ. ആ സ്വഹീഹായ ഹദീസുകൾ മാത്രം അതേ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസയോഗ്യമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിലാണ് ഈ സംഭവം വന്നത്. എന്നിട്ട് CN മൗലവിയുടെ ബുദ്ധിക്കത് യോജിച്ചില്ല. ചന്ദ്രൻ പിളരുകയോ ചന്ദ്രനിൽ വിള്ളലുണ്ടാവുകയോ അതൊന്നും അംഗീകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സംഭവത്തെ തന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അയാളിൽ മാത്രം ഒതുങ്ങിയില്ല. അത് പിൽക്കാലത്തതാ ഇന്നും ചില ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഞങ്ങളും ഹദീസിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, ഞങ്ങളും അതേ സലഫികളാണ്, മുജാഹിദുകളാണെന്ന് പറയുന്നവർക്ക് പോലും ചിലർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അവരും അതാ ഈ ഹദീസിനെ തള്ളുന്നു. അതേ വളരെ കറക്റ്റായ നിലക്ക്, സ്പഷ്ടമായ നിലക്ക് ഈ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുകയില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുല്ലമിയതാ ബുഖാരിക്ക് പരിഭാഷ എഴുതിയപ്പോൾ ഈ ഹദീസിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവരെ നമുക്ക് വിടാൻ പ്രിയമുള്ളവരെ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ
അത് സഹീഹായ പരമ്പരയിലൂടെ വന്നത് മുഴുവൻ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ വഴിക്ക് അവർ പോകട്ടെ. അല്ലാഹ് അവരെ എല്ലാം നമ്മളെയും അവരെയും ഒക്കെ നന്നാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ അത്യപൂർവമായ ഒരു സംഭവമാണിത്. ഒരു പ്രവാചകന്റെ കാലത്തും ചന്ദ്രൻ വളർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മാത്രമാണ് അത്ഭുതകരമായ ആ സംഭവം ഉണ്ടായത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കാലത്തുണ്ടായ മറ്റൊരു അത്ഭുതം പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയമുള്ളവരെ. ചില പ്രധാനപ്പെട്ടത് മാത്രം നമ്മുടെ മനസ്സിൽ വേണം. എന്തിന്? ഹബീബിന്റെ മഹത്വം അറിയാൻ, അവിടുത്തെ കൂടുതൽ സ്നേഹിക്കാൻ, അവിടുന്ന് അതേ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഖൽബുകളിൽ രൂഢമൂലമാകാൻ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികൾക്കുണ്ടായ അനുഭവം പറയട്ടെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാനത്ത് സ്വലാത്തുൽ അസ്രി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഏതവസരത്തിലാണ്? നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഞങ്ങള് കുറെ ആളുകളുണ്ട്, സഹാബിമാരുടെ കൂടെ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു അസർ നിസ്കരിക്കേണ്ട സമയമായപ്പോൾ ആളുകളൊക്കെ ഉദു ചെയ്യാനുള്ള വെള്ളം അന്വേഷിച്ച് നടന്നു. വെള്ളമില്ല, യാത്രാമധ്യയാണ്, വെള്ളമില്ല. അങ്ങനെ വെള്ളം കിട്ടാതെ അവർ വിഷമിക്കുകയാണ്. ആ അവസരത്തിൽ ആകെ ഒരാളുടെ കയ്യിൽ അല്പം വെള്ളമുണ്ട്. ആ ഉള്ള വെള്ളം ഒരു പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. കുറച്ചു വെള്ളം മാത്രമേ അതിലുള്ളൂ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫവദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദാലികൽ ലിനാഇ യദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ആ പാത്രത്തിലേക്ക് അങ്ങ് മുക്കി വെച്ചു. ആ വെള്ളപാത്രത്തിൽ നബി തങ്ങളുടെ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അമറന്നാസ, ജനങ്ങളോടൊക്കെ കൽപ്പിച്ചു, അന്നതവല്ലഉ മിൻഹു, എടുത്തോളൂ, ഉളുവെടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കൽപ്പിക്കുകയാണ്. ആ അവസരത്തിൽ അതാ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഫറഅയ്തുൽ മാ, ഞാൻ വെള്ളം കണ്ടു, യൻബുഉ മിൻ തഹ്തി അസാബിഹി, അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു. പാത്രത്തിലേക്ക് വെച്ച വിരൽ ആ കയ്യിൽ നിന്ന് അതേ ശുദ്ധമായ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യപ്പെടുകയാണ്. വെള്ളമതാ കൈവിരലുകൾക്കിടയിലൂടെ പൊട്ടി ഒലിക്കുന്നു. ഹത്താ തവല്ലഉ മിൻ ഇൻദി ആഖിരിഹിം, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരിലെ അവസാന മെമ്പറും വുദു ചെയ്യുവോളം ആ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായി. എത്ര ആളുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. പിൽക്കാല താബിഇയായ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ ചോദിച്ചു, ലി അനസ്, അനസിനോട് ചോദിച്ചു. അദ്ദേഹമാണല്ലോ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ളത്. കം കുന്തും, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാമോ? മഹാനവറുകൾ മറുപടി കൊടുത്തു, ഏകദേശം 300 അല്ലെങ്കിൽ 300-ലേറെ ഉണ്ടാകും. 300-ലേറെ വരുന്ന ജനങ്ങൾ, സ്വഹാബിമാര്, ഒരാൾക്ക് പോലും ഉളുവെടുക്കാൻ തികയാത്ത വെള്ളത്തിൽ നിന്ന് സമ്പൂർണമായി ഉളുവെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധമായ ജലം പൊട്ടി ഒഴുകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു നബിയുടെ ജീവിതത്തിലും മുഅ്ജിസത്തായിട്ട് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലും വെള്ളം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, പക്ഷേ വിരലുകൾക്കിടയിൽ നിന്നല്ല. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനാ ദ്രിബ് ബിഅസാകൽ ഹജർ فانفجرت منه 12 عينا قد علم كل أناس مشربهم. മൂസ അലൈഹിസ്സലാം അതാ തന്റെ ജനതയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് വെള്ളം തേടുകയാണ്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതായപ്പോൾ അതേ ജനങ്ങൾക്ക് വേണ്ടി മൂസ നബി നേതാവ് റബ്ബിനോട് വെള്ളത്തിന് തേടുകയാണ്. ആ അവസരത്തിൽ ഫഖുൽനാ, മൂസയോട് നാം പറഞ്ഞു, ഇദ്രിബ് ബിഅസാകൽ ഹജർ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ അടിച്ചേക്കു മൂസ. അൽ ഹജറ, പാറക്കല്ലിൽ അടിച്ചേക്കൂ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ചു.
ഫൻഫജറത് മിൻഹു 12 ഐനാ, 12 അരുവികൾ ആ കല്ലിൽ നിന്ന് പൊട്ടി ഒലിച്ചു. 12 നീരുറവകൾ ഒരു പാറക്കല്ലിൽ നിന്ന്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, എല്ലാ ഓരോ ജനതക്കും മനസ്സിലായി അവർക്ക് കുടിക്കേണ്ടത് എവിടെ നിന്നാണെന്ന്. അഥവാ ഇസ്രായേൽ മക്കളെന്ന് 12 ഗോത്രങ്ങളാണ്. ഈ 12 ഗോത്രങ്ങളുടെ നേതാക്കളും ആളുകളും മൂസ നബിയുടെ അനുയായികളായി കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നദി മാത്രം, അതല്ലെങ്കിൽ ഒരരുവി മാത്രമാണ് പൊട്ടിയൊലിച്ചതെങ്കിൽ 12 ഗോത്രവും കൂടെ അവിടെ വെള്ളം കുടിക്കാൻ തിരക്ക് കൂട്ടുമല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബ് എന്തു ചെയ്തു? അടിയടിച്ചപ്പോൾ 12 നീരുറവകൾ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. 12 ഗോത്രക്കാർക്കും തിരക്ക് കൂടാതെ ഓരോ ഗോത്രക്കാർക്കും മനസ്സിലായി, ഓരോ കബീലക്കാർക്കും മനസ്സിലായി. അതാണല്ലോ പറയുന്നത്, ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. ഓരോരുത്തരും ഏതിൽ നിന്ന് കുടിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെ, ആ നിലക്ക് കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. ചില യുക്തിവാദികൾക്ക്, മതയുക്തിവാദികൾക്ക്, ഹദീസ് നിഷേധികൾക്ക് ഇതും പിടിച്ചിട്ടില്ല. അവർക്ക് ഇതും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ഖുർആനിൽ പറഞ്ഞ ഈ മുഅ്ജിസത്തിനെ പോലും ചില ഹദീസ് നിഷേധികൾ തള്ളുകയാണ്. അവരതിന് വ്യാഖ്യാനം കൊടുക്കുന്നത്, മൂസ നബി വടികൊണ്ട് പാറക്കല്ലിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് 12 അരുവിയൊന്നും പൊട്ടി ഒലിച്ചിട്ടില്ല. മറിച്ച് മൂസ നബി അലൈഹിസ്സലാം ആ പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ വടിയും കുത്തി നടന്നപ്പോൾ 12 അരുവികൾ കണ്ടെത്തിയെന്നും ആ 12 അരുവികളാണ് കുടിച്ചോളാൻ വേണ്ടി പറഞ്ഞതെന്നും. എന്താ ചെയ്യാ? അള്ളാന്റെ നിയമങ്ങള്, അള്ളാന്റെ അത്ഭുതങ്ങള് നിഷേധിക്കാൻ, അംഗീകരിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ലെങ്കിൽ പിന്നെ അവൻ എന്തു പറയും? അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, അവർക്ക് അവരുടെ ബുദ്ധിയാ വലുത്, അവർക്ക് അവരുടെ യുക്തിയാ വലുത്. നാം മതനിഷേധികളല്ലതാണ്, മതയുക്തിവാദി അവരെ കുറിച്ചാ പറയുന്നത്. മുസ്ലിം തന്നെയാണ്, നാം ഇതിലുള്ളതൊക്കെ നിഷേധിക്കുകയും ചെയ്യും. ഈ ഒരർത്ഥത്തിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വെള്ളം പൊട്ടി ഒലിച്ച് കൈവിരലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യപ്പെട്ട ഒരു മുഅ്ജിസത്ത് ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മൂസ നബി അലൈഹി ഇസ്ലാമിനാണ്. അതും കല്ലിൽ നിന്നാണ്. കല്ലിൽ നിന്ന് അരുവി പൊട്ടി ഒലിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അതിനൊരു ബന്ധമുണ്ട്. ഒരു ബന്ധമില്ലാത്തത് ആ വിരലിൽ നിന്ന് ശുദ്ധജലം വരിക എന്ന് പറഞ്ഞാൽ, കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിൽ തന്നെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷെ അവിടെ അമാനുഷികർ എന്താ? മൂസ നബി അടിച്ചപ്പോ അവിടുന്ന് 12 അരുവി പൊട്ടി എന്നുള്ളതാണ് അവിടുത്തെ മുഅ്ജിസത്ത്. കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചുകൂടെ? ഒലിക്കാം. അതല്ലേ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 74-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. അല്ലാഹു തന്നെ പറയുന്നു, യഹൂദികളുടെ ഖൽബ് എത്ര കടുത്തുറച്ചു പോയി എന്നുള്ള പറയുന്നുണ്ട്. സത്യം മനസ്സിലായിട്ടും ആ സത്യത്തെ അംഗീകരിക്കാത്ത യഹൂദികളുടെയും അതുപോലെയുള്ള കക്ഷികളുടെയും ഖൽബ് എത്രത്തോളം കടുത്തുറച്ചു എന്നല്ല അവരെ പഠിപ്പിക്കുന്നു. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക. ഇതിനെല്ലാം ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി അല്ലാഹു ഒരു സമൂഹത്തോട് പറയുകയാണ്. അവരുടെ ഖൽബ് എത്രത്തോളം കടുത്തുറച്ചു പോയി. ഫഹിയ കൽ ഹിജാറതി, കല്ലിനെ പോലെ കടുത്തു. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത ഖൽബുകളായി. കല്ലിനേക്കാൾ കടുത്ത ഖൽബുകൾ. എന്തേ കാരണം? വഇന്ന മിനൽ ഹിജാറതി, നിശ്ചയമായും കല്ലിലുമുണ്ട് ചില ഐറ്റം. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതേ അരുവികൾ പൊട്ടിയൊലിക്കുന്ന കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു, ആ കല്ലുകളിൽ തന്നെയുണ്ട് പൊട്ടിപ്പിളരുന്ന കല്ലുകളുണ്ട്. അങ്ങനെ പൊട്ടിപ്പിളരുമ്പോൾ ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു. അങ്ങനത്തെ ചില കല്ലുകൾ പ്രകൃതിയിൽ തന്നെയുണ്ട്. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവം ഇതൊന്നുമല്ലല്ലോ. ഒരു മനുഷ്യന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പൊട്ടി ഒലിക്കുക എന്ന് പറയുന്ന മാനുഷികമായ സംഭവം അവിടുത്തേക്കല്ലാതെ, അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലാതെ ആ ഒരു അമാനുഷികമായ സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം സാന്ദർഭികമായിട്ട്. അതെന്താ?
എന്നാ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിവാണോ? ചിലരങ്ങനെയാ വിചാരിച്ചത്. മുഅ്ജിസത്തും കറാമത്തൊക്കെ പറഞ്ഞിട്ടവര് പറയും, കണ്ടോ അമ്പിയാക്കളുടെ കഴിവാണ് ഈ മുഅ്ജിസത്ത്, അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കൾക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വെള്ളമില്ലെങ്കിൽ റസൂലുള്ളാഹിനോട് നമുക്ക് വെള്ളത്തിന് തേടാം. നബിയേ വെള്ളമില്ല, നബിയേ വെള്ളം തരണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള മുഅ്ജിസത്തുകളെ വിവരിക്കാറുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അതിന്റെ പദാർത്ഥം തന്നെയും. അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടോ ജിന്നുകളെ കൊണ്ടോ കഴിയാത്ത, ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അമാനുഷികമാവും. അതേ ഒരു സൃഷ്ടിയെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരങ്ങളായ കാര്യങ്ങളാണ് മുഅ്ജിസത്ത്. അത് പ്രവർത്തിക്കുന്നത് അള്ളയാണത് ചെയ്യുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേ ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിപ്പിക്കാൻ അള്ളാഹ് ഒരു കഴിവ് പ്രകൃത്യാ തന്നെ നൽകിയിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ അള്ളാഹ് ഒരു കഴിവ് കൊടുത്തിട്ടില്ല. എന്താ കാരണം? നബി ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവിടുന്ന് ഇങ്ങനെ എന്നാ പിന്നെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തൂടെ? അവിടുന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതേ സ്വഹാബിമാർക്കൊരിക്കൽ വെള്ളമില്ലാതെ വിഷമിച്ച ഒരു സമയമുണ്ടായപ്പോ, കുടിക്കാനും കുളിക്കാനും വുദൂ ചെയ്യാനും വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ അല്ലാഹ് തയമ്മുമിന്റെ ആയത്തിറക്കുകയല്ലേ ചെയ്തത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിരലുകൾ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്ത് നടക്കുന്നതല്ല മുഅ്ജിസത്ത്. പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നതല്ല മുഅ്ജിസത്ത്. അത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന നേരത്ത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന മഹാനായ പ്രവാചകനിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അതല്ല എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ വെള്ളം കൊടുക്കാനും വെള്ളം പൊട്ടി ഒലിപ്പിക്കാനും ശുദ്ധജലത്തെ ഉണ്ടാക്കുവാനുമുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാവേളയിൽ വെള്ളം കെട്ടിത്താങ്ങിക്കൊണ്ടുപോയത്? നബിയും സഹാബത്തും യാത്ര പോകുമ്പോ ഒട്ടകത്തിന്റെയും കഴുതയുടെയും കുതിരയുടെയും ഒക്കെ പുറത്തിൽ വഹിക്കാവുന്നത്ര തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് അവിടുന്ന് പലപ്പോഴും യാത്ര പോകുന്നത്. സഹാബിമാരെ, നിങ്ങൾ എന്തിന് ഒട്ടകത്തിന് വെയിറ്റ് കൂട്ടണം? ഞാനില്ലേ നിങ്ങളുടെ കൂടെ. വെള്ളമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് തരുമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എപ്പോഴുമുള്ള ഒരു കഴിവല്ല, അല്ലാഹ് ഉദ്ദേശിക്കുന്ന നേരത്തെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോകുമ്പോ സ്വഹാബത്ത് നബി തങ്ങളുടെ കൂടെ പരിചാരകന്മാരായ ഭൃത്യന്മാരായ സ്വഹാബത്ത് വെള്ളപാത്രവുമായി കൊണ്ട് കാത്തു നിൽക്കുന്നു. എന്തിനാത്? പ്രവാചകൻ ആവശ്യം കഴിഞ്ഞ് നിർവഹിക്കുമ്പോ അവിടുത്തെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ട വെള്ളവുമായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തിനാ സ്വഹാബത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലവിടെയില്ലേ? നിർവഹിച്ചു കഴിഞ്ഞാൽ വിരലങ്ങ് വെച്ചുകൊടുത്ത് പമ്പ് ചെയ്ത് കഴുകിയാ പോരെ? ഇല്ല പ്രിയമുള്ളവരെ, അത് അവിടുത്തെ ജീവിതത്തിലെ കഴിവല്ല. മാത്രമല്ല ഇതൊക്കെ കണ്ട് അനുഭവിച്ചവരല്ലേ സ്വഹാബത്ത്. വെള്ളം പൊട്ടി ഒലിക്കുന്ന കാഴ്ച കണ്ടവരല്ലല്ലോ നാം ആരും. അത് കാണാൻ അവസരം കിട്ടിയ നേതാക്കളല്ലേ സ്വഹാബിമാര്. ആ സ്വഹാബത്തിന് വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ, ആ സ്വഹാബത്തിന് ജലക്ഷാമം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ജലക്ഷാമം നേരിട്ടപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പോലും അതേ ഇമാമായി കൊണ്ട് ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കാരം നടത്തുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ സ്വഹാബിയും നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല, ജലക്ഷാമമാണ് നബിയെ, ഞങ്ങൾക്ക് മഴ തരണേ നബിയെ, ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണേ. അങ്ങയുടെ ജീവിതകാലത്ത് 300ഓളം വരുന്ന സഹാബത്തിന് ഉളുവെടുക്കാൻ മാത്രമുള്ള അതേ വെള്ളം അങ്ങയുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് പൊട്ടി ഒലിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മുഅ്ജിസത്തുള്ള നബിയെ, അങ്ങയുടെ മുഅ്ജിസത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം തരണേ. ഒരു സമയത്തും സഹാബത്ത് വിളിച്ച് തേടിയിട്ടില്ല. അവർക്കൊന്നും റസൂലുള്ളാഹിനെ വിശ്വാസമില്ലേ? അവർക്കൊന്നും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശ്വാസമില്ലേ? അവർക്കാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമില്ലേ? ആദരവില്ലേ? പ്രിയമുള്ളവരെ, സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നാമും നല്ലവരാകൂ.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നാമനു ബിഹി, അതെ അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ. ഖുർആൻ മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ സന്മാർഗം പ്രാപിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹാബത്ത് വിശ്വസിച്ചതുപോലെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിച്ചതുപോലെ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മെ പറ്റി എല്ലാവരും ഒരു ആക്ഷേപം പറയാറുണ്ട്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തിനെയൊക്കെ നിഷേധിക്കുന്നവരാണ്, കറാമത്തുകളെയൊക്കെ തള്ളിക്കളയുന്നവരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അവർ കേവലം സാധാരണ മനുഷ്യനാക്കുന്നവരാണ്, ഒരു പ്രത്യേകതയുമില്ലാത്ത കേവലം ഒരു മക്കയിലെ ആമിനയുടെ മോനാണ്, അബ്ദുള്ളയുടെ മോനാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന കക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവരോട് നമുക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഓ പ്രിയമുള്ളവരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സ്വഹീഹായ ഹദീസുകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ, അത് മുഴുവനും വിശ്വസിക്കുന്നവരാണ്, പ്രചരിപ്പിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ആരുടെയും ദുഷ്പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ ആരും കുടുങ്ങിപ്പോകാൻ പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്തുണ്ടായ അത്ഭുതകരമായ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇപ്പൊ ഈ കേട്ടത്. അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം നിർഗളിച്ചു, 300ഓളം വരുന്ന സഹാബിമാര് ഉളുവെടുത്തു എന്ന്. ഇനി ഏതാ അത്ഭുതകരമായ മറ്റൊരു സംഭവം? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. അന്ന് മിമ്പർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ തടി, ഒരു മുട്ടി, ഒരു മരത്തിന്റെ മുട്ടിയിൽ നമുക്ക് പറയാവുന്ന ഒരു ഈത്തപ്പന തടിയാണ്. അതിന്മേൽ കയറി നിൽക്കും നബി. എന്നിട്ടാണ് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചിരുന്നത്. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആ സംഭവം പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇലാ ജിദ്ഇൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന തടിയിന്മേൽ കയറി നിന്നിട്ട് അതിനെ ചാരി നിന്നുകൊണ്ടാണ് ഖുതുബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. 3 പടികളുള്ള ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ മിമ്പർ ഉണ്ടാക്കി പുതിയ മിമ്പർ പള്ളിയിൽ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? തഹവ്വല ഇലൈഹി, ഇതുവരെ താൻ എഴുന്നേറ്റ് നിന്ന് അതേ അതിനോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഖുതുബ നിർവഹിച്ചിരുന്ന ഈത്തപ്പനയുടെ തടിയെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് അങ്ങ് മാറ്റിവെച്ചിട്ട് പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ള പുതിയ മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചു. അപ്പൊ എന്താ ഉണ്ടായതെന്നറിയോ? സഹീഹുൽ ബുഖാരിയിൽ കേട്ടോ, ഫസാഹത്തിൻ നഖ്ലതു സിയാഹസ് സബീ, കുട്ടികളെ ഏങ്ങി കരയും പോലെ ഈ ഈത്തപ്പനേതാ കരയാൻ തുടങ്ങുന്നു. കുട്ടികളെ എങ്ങലടിച്ച് കരയും പോലെ ഈ ഈത്തപ്പന മുട്ടിയിൽ നിന്നൊരു മൂളല് കേൾക്കുന്നു, ഒരു കരച്ചില് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുകയാണ്. സുമ്മ നസല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ ആ പുതിയ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ ഈത്തപ്പന മുട്ടിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ഫളമ്മഹു ഇലൈഹി, തന്നിലേക്ക് അതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു. കൂട്ടിപ്പിടിച്ചിട്ട് അതേ അതിന്റെ കരച്ചിൽ എങ്ങനെയാണ്? ഇന്നു അനീന സബിയില്ലദീ യുസക്കൻ, ചെറിയ കുട്ടികളിലെ ഉമ്മയുടെ കോന്തല പിടിച്ചുകൊണ്ട് ഏങ്ങി ചിണുങ്ങിക്കരയുന്നു. ആ കരച്ചിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. അതേ അതിനെ കൂട്ടിപ്പിടിച്ച് അതിനെ തടവി കൊടുക്കുന്നു. ഫാതാഹു ഫമസഹ യദഹു അലൈഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ അതിന്മേൽ വെച്ചിട്ട് സാരല്ല എന്ന് പറയും പോലെ, കരയുന്ന കുട്ടിയെ തലോടി ആശ്വസിപ്പിക്കും പോലെ ഈ ഈത്തപ്പന മുട്ടിയിന്മേൽ അവിടുത്തെ കൈവച്ച് ആശ്വസിപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ വന്ന സംഭവമാണ്. നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. അതേ ഞാൻ ഇന്ന് ഖുതുബയിൽ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, മിണ്ടാപ്രാണികൾക്ക് വരെ റസൂലുള്ളാഹിനെ അറിയാം, മിണ്ടാപ്രാണികൾക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാം. ഞാനതിന്ന് ഖുതുബയിൽ എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനതിന്റെ ഹദീസ് വായിച്ചിട്ടില്ല.
ഞാൻ നിങ്ങളോട് സൂചനയെ പറഞ്ഞിട്ടുള്ളൂ, കേട്ടോ ആ സംഭവം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫഹു ദാത യൗമിൻ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വാഹനപ്പുറത്ത് പിന്നിലായി ഇരുന്നു കൊണ്ടൊരിക്കൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവിടുത്തെ യാത്ര ഒരു സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് പ്രവാചകനതാ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മറ കിട്ടാൻ വേണ്ടി ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൻസാരികളായ സഹാബത്തിൽപ്പെട്ട ഒരാളുടെ തോട്ടമാണത്. ആ തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നു. അന്നേരം അതാ ഫൈദാ ജമലുൻ, ഒരൊട്ടകമതാ ഫലമ്മാ റഅൻ നബിയ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ ഒട്ടകം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തോട്ടത്തിലേക്ക് കയറി വരുന്ന കാഴ്ച ഒട്ടകം കാണുന്നു. ഒട്ടകം കണ്ടപ്പോൾ ഹന്ന വദറഫത് ഐനാ, ഒട്ടകം ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തിരുന്ന് ചിണുങ്ങി ചിണുങ്ങി കരയുന്നു. വദറഫത് ഐനാ, അതിന്റെ രണ്ട് കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. എന്തോ നബിയോട് സ്വകാര്യം പറയുമ്പോൾ അടുത്ത് കൂടി നിൽക്കുകയാണ് ഒട്ടകം. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അതേ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ അടുത്ത് അതേ ചെന്നിട്ട് ഫമസഹദിഫറാ, അതിന്റെ ഇരു ചെവികൾക്ക് പിന്നിലായി കഴുത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തു. അതേ മുഅ്ജിസത്തിലൂടെ അതാ അല്ലാഹു അറിയിച്ചു കൊടുത്തു എന്താണ് ആ ഒട്ടകത്തിന് പറയാനുള്ളതെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇങ്ങനെ ചെയ്തപ്പോൾ ഫസക്കത, ഒട്ടകം കരയൽ നിർത്തി, ഒട്ടകത്തിന്റെ തേങ്ങൽ നിർത്തി, ഒട്ടകത്തിന്റെ കണ്ണുനീര് നിർത്തി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞൊരു ചോദ്യമാണ്, മൻ റബ്ബു ഹാദൽ ജമൽ, ആരാണടോ ഈ ഒട്ടകത്തിന്റെ ഉടമ? അതല്ലെങ്കിൽ ലിമൻ ഹാദൽ ജമൽ, ഈ ഒട്ടകം ആരുടേതാണ്? അൻസാരി സഹാബിമാരിൽപ്പെട്ട ഒരു യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ലീ യാ റസൂലല്ലാഹ്, ആ ഒട്ടകം എന്റേതാണ് നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ അല്ലതി മല്ലകക അല്ലാഹു ഇയ്യാഹാ ഫഇന്നഹു ഇഷ്തകാ ഇലയ്യ അന്നക തുജീഉഹു വതുദ്ഇബുഹു. അതേ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഓ അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഏതാണ് ഈ മിണ്ടാപ്രാണി? അല്ലതീ മല്ലകകല്ലാഹു ഇയ്യാഹാ, അല്ലാഹ് അവന്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന ഈ മൃഗത്തെ അവൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. ഇന്നിപ്പോ നീ അതിന്റെ ഉടമയാണ്. അങ്ങനെ ഇതിന്റെ മുതലാളിയായ ഇതിന്റെ ഉടമയായ നീ ഈ ഒട്ടകത്തെ കഷ്ടപ്പെടുത്തുന്നുവോ? അതെന്താ എന്നോട് പറഞ്ഞതെന്ന് നിനക്ക് കേൾക്കണോ? ഫഇന്നഹു ഇഷ്തകാ ഇലയ്യ, ആ ഒട്ടകം എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. എന്താ ഒട്ടകത്തിന്റെ സങ്കടം? അന്നക തുജീഉഹു വതുദ്ഇബുഹു, നീ അതിന് പട്ടിണി കിടന്നുണ്ട്, നീ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാ എന്നോട് പറയുന്നത്. വതുദ്ഇബുഹു, അതിന് കഴിയാവുന്നതിലും അപ്പുറമുള്ള ഭാരിച്ച ജോലി ചെയ്ത് നീ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, പ്രാണിയായ ഒട്ടകത്തിന് ഹബീബ് കയറി വന്നപ്പോ മനസ്സിലായി ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകർക്കും അനുഗ്രഹമായി കൊണ്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല. മനസ്സിലാക്കിക്കോ, ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് അവന്റെ അഹങ്കാരം കാരണത്താൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിയുന്നു, അനുസരിക്കുന്നു. ഇത് മാത്രമല്ല, വേറെയും ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം അഹ്മദ് റഹിമഹുള്ളയാണ്. അതും സഹീഹായ സംഭവമാണ്. ഹസനായ നിലക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം. അത് റിപ്പോർട്ട് ചെയ്യുന്നത് ജാബിർ റളിയല്ലാഹു തആല അൻഹുവാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അഖ്ബൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ സഫരിൻ. ഞങ്ങളൊരു യാത്രയിൽ നിന്ന് മടങ്ങി വരികയാണ് അള്ളാന്റെ റസൂലിന്റെ കൂടെ. അങ്ങനെ ഞങ്ങള് ബനു നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ സമീപത്തുകൂടെ, ഒരു മതിലിന്റെ സമീപത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ആ തോട്ടത്തിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോ ഇദാ ഫീഹി ജമൽ, അവിടെ ഒരു ഒട്ടകണ്ട്. ആ ഒട്ടകത്തിനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലാ യദ്ഖുലുൽ ഹായിത അഹദുൻ ഇല്ലാ ശദ്ദ അലൈഹി. കണ്ടോരൊക്കെ ഈ ഒട്ടകം ചാടിക്കേറി ആക്രമിക്കും. ആരെ കണ്ടാലും, ഏത് മനുഷ്യനെ കണ്ടാലും ഈ ഒട്ടകം എന്ത് ചെയ്യും? ചാടിക്കേറി ആക്രമിക്കും, മാന്തും, അതുപോലെ തന്നെ കടിക്കും. അങ്ങനെയൊക്കെ അക്രമങ്ങൾ ചെയ്യുന്ന ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള ഒരു ഒട്ടകം, തീരെ അനുസരണമില്ലാത്തൊരു ഒട്ടകമാണ്. ആ ഒട്ടകത്തെ ഞങ്ങൾ കണ്ടു. അവിടെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ വിവരം പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? ആ തോട്ടത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ഫദഅൽ ബഈർ, ഒട്ടകത്തിനെ വിളിച്ചു. സുബ്ഹാനല്ലാഹ്. ഫദഅൽ ബഈർ, ഒട്ടകത്തെ ഇങ്ങ് വിളിച്ചു. ഞാനും നിങ്ങളും വിളിച്ചാലോ? വരുമോ? ഫജാഅ വാളിഅൻ മിശ്ഫറഹു, അതിന്റെ മോന്ത ചുണ്ടുകൾ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ വെച്ച് വിനയത്തോടങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വന്ന് ഹത്താ ബറക ബൈന യദൈഹി, അവിടുത്തെ തിരുമുമ്പിൽ മുട്ടുകുത്തി അവിടെ കിടന്നു ഒട്ടകം. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ഹാതു ഖിതാമ, ഒരു ജീനി കൊണ്ടുവരൂ, ഒരു മൂക്കുകയർ കൊണ്ടുവരൂ. ഫഖതമഹു, നബി തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് ഒട്ടകത്തിനാണ് മൂക്കുകയറിട്ടു. വദഫഅഹു ഇലാ സാഹിബിഹി, മുതലാളിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി കൊണ്ടേക്കോ, ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കൂല, ഇനി ഒരു പ്രശ്നവും ഇതുണ്ടാക്കൂല. ഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സംഭവം പറയുന്നു. സുമ്മൽ തഫത ഇലന്നാസ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ ബൈനസ് സമാഇ വൽ അർളി ഇല്ലാ യഅലമു അന്നീ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? ആകാശഭൂമികൾക്കിടയിൽ ഒരു വസ്തുവുമില്ല, എല്ലാ വസ്തുക്കൾക്കും അറിയാം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന്. ചിലർക്കൊക്കെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്കൊക്കെ ഞാൻ പറയുന്നത് മുഴുവൻ സ്വീകരിക്കാൻ വിഷമമുണ്ട്. പക്ഷേ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ വസ്തുക്കൾക്കും അറിയാം ഞാൻ അള്ളാന്റെ റസൂലാണെന്നറിയാം. ഇല്ലാ അസിയൽ ജിന്നി വൽ ഇൻസി, ജിന്നവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടിട്ടുള്ള ചില ധിക്കാരികളുണ്ട്, അവർക്കേ മനസ്സിലാകാത്തതുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അന്നീ റസൂലുള്ളാഹി, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന അറിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വേറെയും സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വരും ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കണം. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരുപാട് മഹാസഹിഹായ സംഭവങ്ങൾ. എന്തിന്? നമ്മുടെ നേതാവിന്റെ മഹത്വം ലോകമറിയാൻ, നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം നമ്മിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ, അവിടുന്ന് അള്ളാന്റെ റസൂൽ തന്നെയാണെന്ന അടിയുറച്ച വിശ്വാസം, അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്ത് ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات.